മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന മേഖലകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന ആരോഗ്യവകുപ്പ്. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബിന്റെ പ്രവർത്തനം തുടങ്ങുവാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തം. കാത്ത് ലാബിനായി കെട്ടിടം നിർമ്മിച്ചെങ്കിലും നടപടിയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിന്റെ ആരോപണങ്ങൾ തള്ളി ഉപ്പതറ പഞ്ചായത്ത് പ്രസിഡന്റിന് പിന്തുണയുമായി ആദിവാസി ഊരുമൂപ്പൻ രംഗത്ത്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന മൂപ്പൻ. നാളുകളായി തകർന്നു കിടക്കുന്ന മൂന്നാർ GH റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട വേറിട്ട സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ കുഴിയടച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന മേഖലകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. മലേറിയയും മന്തും കുഷ്ഠവും ക്ഷയരോഗവും അടക്കമുള്ളവർ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്ന തൊഴിലുടമകൾ നിയമപരമായ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഉടുമ്പൻചോല അടക്കമുള്ള മേഖലകളിൽ അതിഥി തൊഴിലാളികളെ ആരോഗ്യ പരിശോധന നടത്തുവാൻ തൊഴിലുടമകൾ വിമുഖത കാണിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് വ്യാപകമായി പരാതികൾ ഉയർന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തൊഴിലാളികളിൽ മലേറിയയും കുഷ്ഠവും ക്ഷയരോഗവും അടക്കം കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ ആഴ്ചയും മേഖലയിൽ മലേറിയ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കർശന പരിശോധനയുമായി രംഗത്ത് വന്നത്. പുതുതായും നിലവിൽ ജോലി ചെയ്യുന്നവരെയും കർശനമായും സ്ക്രീനിംഗ് നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ പരിശോധനകൾ സൗജന്യമായി നടത്തപ്പെടുന്നുമുണ്ട്. ഇവർക്ക് നമ്മൾ സ്ക്രീനിങ് അടക്കം, അതായത് ഇവരുടെ രക്തം പരിശോധിച്ച് മലേറിയ ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ, ഒരു വന്നൊരു 3 ദിവസത്തിനകത്ത് ഇവരുടെ രക്തപരിശോധനകൾ നടത്തണമെന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുടെയും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങളുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകൾ വരുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഒരു രക്തം പരിശോധിക്കുകയും സ്ക്രീനിങ് നടത്തുകയും അവർക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും ക്ഷയരോഗത്തിനായിട്ട് അവരുടെ കഫ പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം രീതിയിൽ അവരുടെ ആരോഗ്യ പരിശോധന നടത്തി അവർക്ക് അസുഖമില്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു സ്ക്രീനിങ് ആണ് നടത്തുന്നത്. രോഗമുണ്ടെന്നറിഞ്ഞാൽ യഥാസമയം ആരോഗ്യവകുപ്പിനെ അറിയിക്കാതിരിക്കുകയോ മറച്ചുവെക്കുകയോ ചെയ്താൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസെടുക്കുമെന്നാണ്
തൊഴിലുടമകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അസുഖമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയോ അസുഖമുള്ള ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയോ അതൊക്കെ മറച്ചു വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം ആ പറഞ്ഞ തൊഴിലുടമകൾക്കെതിരായിട്ട് കേസെടുക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഈ ആൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് തൊഴിലുടമയുടെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് ഈ ആൾക്ക് എന്ത് സംഭവിച്ചാലും. അടുത്ത ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിംഗ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബിന്റെ പ്രവർത്തനം തുടങ്ങുവാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തം. കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന കെട്ടിട സൗകര്യം ഒരുക്കിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ബലക്ഷയമുള്ള പ്രസവ വാർഡ് കാത്ത് ലാബിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിച്ചിട്ടുള്ളത്. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പ്രഖ്യാപിച്ച കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുന്നത് അനന്തമായി നീളുകയാണ്. ചികിത്സയ്ക്കായി കാത്ത് ലാബിന്റെ സേവനം പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിൽ രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതി നിലനിൽക്കുന്നു. കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ കെട്ടിട സൗകര്യമൊരുക്കിയിട്ട് നാളുകളേറെയായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ വേണ്ടവിധം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആതുരാലയം എന്ന നിലയിൽ ഇവിടെ ഇനിയും കാലതാമസം വരുത്താതെ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആതുര സേവന കേന്ദ്രമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഈ താലൂക്ക് ആശുപത്രിയോട് കുറേ വർഷങ്ങളായി സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രി പലതവണ ആശുപത്രി സന്ദർശിച്ച് പല കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തിയിട്ടും അത് നടപ്പിലാക്കാത്ത ഒരവസ്ഥയുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒക്കെ കാത്ത് ലാബിൻ്റെ പ്രശ്നം, കാത്ത് ലാബ് അടിമാലി പുതിയ ബിൽഡിങ്ങിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് കാത്ത് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും, അതിനുള്ള സൗകര്യങ്ങളും ബിൽഡിങ്ങുകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഒരു വർഷത്തോളമായി കാത്ത് ലാബ് പ്രവർത്തനങ്ങൾ അവതാളത്തിലും ഇവിടെ വരാതിരിക്കുന്ന അവസ്ഥയിലേക്ക്. താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായുള്ള പ്രസവ വാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന പരാതിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രസവ വാർഡ് ഇവിടെ നിന്നും കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നുണ്ട്. താൽക്കാലിക മാറ്റത്തിനാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോഴും ഈ മാറ്റം കാത്ത് ലാബ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന വാദമുയരുന്നു. അത്യാഹിത വിഭാഗം നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രസവ വാർഡ് ക്രമീകരിക്കാൻ സ്ഥല സൗകര്യം കണ്ടെത്താമെന്നിരിക്കെ ആ സാധ്യത പ്രസവ വാർഡ് മാറ്റുന്ന കാര്യത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും കാത്ത് ലാബ് തുറക്കുന്നതിന് വേണ്ടുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിന്റെ ആരോപണങ്ങൾ തള്ളി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിന് പിന്തുണയുമായി ആദിവാസി ഊരുമൂപ്പൻ രംഗത്ത്. കരിഞ്ഞാറ്റിൽപ്പടി റോഡ് നിർമ്മാണത്തിനെതിരെ ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ST വിഭാഗത്തിൽപ്പെട്ട 6 വീടുകളും 4 പേർക്കിവിടെ ഭൂമിയുമുണ്ട്. ഇത് മറച്ചുവെച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ട് വകമാറ്റി സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചുവെന്ന ആരോപണമെന്നും ഊരുമൂപ്പൻ സാബു സിറ്റി വിഷനോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അറക്കൽപ്പറമ്പിൽ ഉപ്പുതറ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്റർ തിരുത്തിയെന്ന ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് ST ഫണ്ട് തട്ടിയെടുത്ത് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചതായി പത്രസമ്മേളനത്തിലൂടെ ഫ്രാൻസിസ് ആരോപണമുയർത്തിയത്. എന്നാൽ ഈ ആരോപണം പാടെ തള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഊരുമൂപ്പൻ. 10ഓളം കുടുംബങ്ങൾക്കിവിടെ ഭൂമിയുണ്ട്, 6 വീടുകളും നിലവിലുണ്ട്. റോഡ് നിർമ്മാണത്തിൽ ജെയിംസ് കെ ജെ ഇടപെട്ടിട്ടില്ല. വാർഡ് മെമ്പറായ MD സജിയുടെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MD മനോജാണ് ഫണ്ട് അനുവദിച്ചതെന്നും ഊരുമൂപ്പൻ സാബു പറഞ്ഞു. 2023-24 കാലയളവിൽ ഇവിടെ ST കുടുംബങ്ങളാണ്, ഇവിടെ 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അനുവദിച്ച റോഡാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഊരുമൂപ്പൻ. 10ഓളം കുടുംബങ്ങൾക്കിവിടെ ഭൂമിയുണ്ട്, 6 വീടുകളും നിലവിലുണ്ട്. റോഡ് നിർമ്മാണത്തിൽ ജെയിംസ് കെ ജെ ഇടപെട്ടിട്ടില്ല. വാർഡ് മെമ്പറായ MD സജിയുടെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MD മനോജാണ് ഫണ്ട് അനുവദിച്ചതെന്നും ഊരുമൂപ്പൻ ഇടപെട്ടിട്ടില്ല. വാർഡ് മെമ്പറായ MD സജിയുടെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MD മനോജാണ് ഫണ്ട് അനുവദിച്ചതെന്നും ഊരുമൂപ്പൻ സാബു പറഞ്ഞു. ഏറെ ശോചനീയാവസ്ഥയിലായി കിടന്ന റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന്
വിവാദങ്ങൾ ഒഴിയാതെ ഉപ്പുതറ പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ പോരാട്ടം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെ വെല്ലുവിളിച്ച് സ്വന്തം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ട വനിതാ അംഗം. തന്റെ അക്കൗണ്ട് വെളിപ്പെടുത്തി അടുത്ത ദിവസം നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുമെന്നും ഷീബ സത്യനാഥ് പറഞ്ഞു. എന്നാൽ ഫ്രാൻസിസിന് എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് തനിക്കറിയാം, ഇതെല്ലാം ഇതുപോലെ വെളിപ്പെടുത്താൻ തയ്യാറാകണമെന്നും ഷീബ സത്യനാഥ് പറഞ്ഞു. ഇന്നലെ നമ്മുടെ പഞ്ചായത്തിലെ ബഹുമാന്യായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലൊരു പത്രസമ്മേളനം നടത്തുകയും അതിൽ കുറച്ച് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ പറഞ്ഞതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി നടത്തുകയും ചെയ്തു. ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞിരിക്കുന്ന വെല്ലുവിളി ഞാൻ സധൈര്യം ഏറ്റെടുക്കുകയാണ്. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെളിപ്പെടുത്താവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ആകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ. എൻ്റെ ഭർത്താവിന് ഫെഡറൽ ബാങ്കിലും എനിക്ക് ഗ്രാമീൺ ബാങ്കിലുമാണ് അക്കൗണ്ട് ഉള്ളത്. എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് 2020 മുതൽ ഇന്നലെ 14-ാം തീയതി വരെയുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു ഫ്രാൻസിസ് അറക്കപ്പറമ്പിനെ. ഫ്രാൻസിസ് അറക്കപ്പറമ്പൻ ആവശ്യപ്പെട്ട ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ഈ കോപ്പി ഫ്രാൻസിസ് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഹാജരാക്കാം, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ തൂക്കിയിടാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഫ്രാൻസിസ് അറക്കപ്പറമ്പിന് എത്ര അക്കൗണ്ട് ഉണ്ടെന്നൊന്ന് പറയുകയും അതൊന്ന് വെളിപ്പെടുത്താനും ഞാനും വെല്ലുവിളിക്കുന്നുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിൽ വെല്ലുവിളി മുറുകുന്നു. ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ആസ്തി രജിസ്റ്റർ തിരുത്തിയെന്ന ആരോപണത്തിന്റെ രേഖ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിട്ടു. തിരുത്തിയ ആസ്തി രജിസ്റ്ററിന്റെ രേഖയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പുറത്തുവിട്ടത്. ഫ്രാൻസിസിന്റെ വെല്ലുവിളി സ്വീകരിച്ച തന്റെ ആസ്തി താൻ വെളിപ്പെടുത്തുമെന്നും നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഫ്രാൻസിസ് റിസോർട്ട് ഉടമയിൽ നിന്നും പണം പറ്റിയതിന്റെ രേഖ തന്റെ പക്കലുണ്ട്. അതുൾപ്പെടെ ഫ്രാൻസിസ് വെളിപ്പെടുത്താൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് വെല്ലുവിളിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആസ്തി രജിസ്റ്റർ തിരുത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണം. എന്നാൽ ഈ അംഗം, ബഹുമാനമുള്ള അംഗം, ആസ്തി രജിസ്റ്റർ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്നാൽ വളരെ വ്യക്തമാണ് ഇയാൾ ഇത് ആസ്തി രജിസ്റ്റർ എഴുതി ചേർക്കുകയും മുമ്പുണ്ടായിരുന്ന ഒരു സെക്രട്ടറിയുടെ സീലും അതുപോലെ ഒപ്പും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എൻ്റെ പക്കലുണ്ട്. അത് ഈ മീഡിയയ്ക്ക് ഇപ്പോൾ ഞാൻ നിലവിൽ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 2023-24 ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ST ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ആരോപണം, സ്വന്തം വീട്ടിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ST ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു അടുത്ത ആരോപണം. നിലവിൽ അവിടെ നമുക്ക് പരിശോധിക്കാം. ആ റോഡ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മനോജ് MT അവരുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. ഇനി ചെറിയൊരു ഇടവേള. സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. നാളുകളായി തകർന്നു കിടക്കുന്ന മൂന്നാർ GH റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട കുഴിയടയ്ക്കൽ സമരവുമായി കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമരം നടന്നത്. സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു.
മൂന്നാർ ടൗണിൽ നിന്നും ടാറ്റ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡിലൂടെയാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുടെയും രോഗികളുടെയുമെല്ലാം യാത്ര. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പറഞ്ഞ് മടുത്തതോടെയാണ് വിഷയത്തിൽ വേറിട്ട സമരവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്തടച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. செம்மையாக்கப்படாமல் கிடந்தது. நாங்கள் சம்மந்தப்பட்ட அதிகாரிகள்கிட்ட முழுவதும் சொல்லியாச்சு. ബ്ലോക്ക് പഞ്ചായത്തിൽ ഫണ്ട് വെച്ചും കൂടെ அந்த ഫണ്ട് നടപ്പിലാக்க முடியாதுன்னு சொல்லி சர்க்கார் உத்தியோகஸ்தர் சொல்லிட்டு இருக்கிறாங்க. 6 மாதமாச்சு இதுக்கு ബ്ലോക്ക് പഞ്ചായத்தில் ഫണ്ട് വെച്ച് அது நடத்தக்கூடாது என்று சொல்லிக்கொண்டு இந்த ബ്ലോക്ക് പഞ്ചായത്ത് இந்த கவர்மெண்ட் செய்து கொண்டிருக்கின்ற காரணத்தினால எங்களுக்கு வேறு வழி தெரியல. அதனால தான் വിനോദസഞ്ചാരികളും നാട്ടുകാരുമെല്ലാം ഒരുപോലെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പും സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. തകർന്നു കിടക്കുന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി G. മുനിയാണ്ടി, INTUC റീജിയണൽ പ്രസിഡന്റ് D. കുമാർ, മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കുറുത്തിക്കുടി സ്വദേശികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനം അട്ടിമറിച്ചുവെന്നാരോപിച്ചും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കുറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിന് കാരണം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സംഭവിച്ച വീഴ്ചയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലയുടെ വികസനത്തിന് കരുത്താകുന്ന ദേശീയപാത 85ന്റെ വികസനം സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ദേശീയപാത വികസനത്തിന് BJP തടസ്സം നിൽക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുക, ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് സമരങ്ങളിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നു. ഉപവാസ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. എന്താ വകുപ്പ്? കേരളത്തിലെ ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ ആരോഗ്യത്തിന്റെ പണി നോക്കണം, ആരോഗ്യ വകുപ്പിനെ ശ്രദ്ധിക്കണം, DMOമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം, തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തി പണിയെടുപ്പിക്കാൻ കഴിയണം. അല്ലാത്തവർ രാജിവെച്ചൊടിയണം എന്നതാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യൂത്ത് കോൺഗ്രസും ഈ സമരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ KPCC വക്താവ് ജിൻഡോ ജോൺ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷിൻസ് ഇലിയാസ്, അഡ്വക്കേറ്റ് ജോബി ചെമ്മല, ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത്, രാജീവ്, ആലിയ ദേവി പ്രസാദ്, പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ, നൌഷാദ് ഇബ്രാഹിം, അമൽ ബാബു, കെസിയ സാറ വർഗീസ്, അമൽ ജോയി, ഡോണി മാളിയേക്കൽ, ബേസിൽ സാൽമൻ, ജോജി പീറ്റർ, ബിബിൻ മാങ്കുളം, അജയ് MS, ബേസിൽ ജോഷി തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. തമിഴ്നാട് അതിർത്തിയിൽ കുമിളി ചെക്ക് പോസ്റ്റിന് മുന്നിലായി രൂപപ്പെട്ട റോഡിലെ കുഴി യാത്രികർക്ക് ഭീഷണിയാകുന്നു. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലാണ് ചെറുവാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനാകാത്ത വിധം റോഡിലെ വലിയ കുഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രധാന പാതയിൽ അപകടക്കണിയായ തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും ദേശീയപാത അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മഴക്കാലത്ത് തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള മഴവെള്ളം വന്നടിയുന്നത് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ കുഴിയിലാണ്. വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ചാലുകളൊന്നും നിലവിലില്ല. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സാവധാനം വന്നിറങ്ങിയാണ് വാഹനങ്ങൾ കരകയറുന്നത്. 4 വീൽ 2 വീൽ വാഹന യാത്രക്കാരാണ് കുഴിയിൽപ്പെടുന്നവരിൽ അധികവും. തമിഴ്നാട് ബസ് സ്റ്റാൻഡിലും കുമളി ബസ് സ്റ്റാൻഡിലും വന്നിറങ്ങുന്ന കാൽനട യാത്രക്കാർ ചെളിവെള്ളത്തിൽ വീഴാതെ ഏറെ പണിപ്പെട്ടാണ് അതിർത്തി കടക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളി ടൗണിന് സമീപം കുമളി പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കുമളി RTO ചെക്ക് പോസ്റ്റും ഉണ്ടായിരിക്കുന്ന വലിയ കുഴിയും അതുപോലെ വെള്ളക്കെട്ടും ഇവിടെ എത്തുന്ന കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ
സഞ്ചാരികളടക്കമുള്ള ആളുകൾക്ക് വലിയ ദുരിതമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇരു സൈഡിലുമുള്ള ഓടകൾ വൃത്തിയാക്കി ഓടയിലൂടെ വെള്ളം തിരിച്ചുവിടാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. കുമളി പോലീസ് സ്റ്റേഷൻ, മോട്ടോർ വെഹിക്കിൾ ഓഫീസ്, എക്സൈസ് തുടങ്ങിയ ഓഫീസുകളിലെല്ലാം ജീവനക്കാരും ഇടപാടുകാരും എത്തുന്നത് റോഡിലെ ചെളിവെള്ളം ചാടിക്കടന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന യാത്രക്കാരെ സ്വീകരിക്കുന്നതും ഈ അപകടക്കുഴിയാണ്. സിറ്റി വിഷൻ, കുമളി. ഏലപ്പാറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി CPIM രംഗത്ത്. UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും എതിരെ CPIM നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിലെത്തിയതു മുതൽ പഞ്ചായത്തിൽ വലിയ അഴിമതിയാണ് നടത്തുന്നതെന്ന ആരോപണമാണ് CPIM ഉന്നയിക്കുന്നത്. കൈക്കൂലി കേസിൽ മുൻ സെക്രട്ടറി വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ട് അധികം നാളായില്ല. അഴിമതിക്കൊപ്പം പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്നും ആരോപിച്ചാണ് CPIM പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഭരണസമിതി ഭിന്നത മൂലം വാർഷിക പദ്ധതികൾ യഥാസമയം ജില്ലാ പ്ലാനിംഗ് ബോർഡിന് നൽകാതെ ലഭിക്കേണ്ട ഫണ്ടും നഷ്ടപ്പെടുത്തി പട്ടികജാതി വികസന ഫണ്ടും ലാപ്സാക്കുന്ന സാഹചര്യമാണ്. ഗ്രാമീണ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ ഭരണസമിതി അലംഭാവം കാട്ടി. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളർന്ന വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തോട് കടുത്ത അവഗണനയാണ് വെച്ചു പുലർത്തുന്നത്. ദീർഘകാലത്തെ ആവശ്യമായ വാഗമൺ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും CPIM കുറ്റപ്പെടുത്തി. കച്ചവടക്കാർക്ക് വേണ്ട പ്രയോജനം ചെയ്യും, അത് ചെയ്യുന്നില്ല. ചുവ്വേനേരിയാണെങ്കിൽ അവിടെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിപ്പിക്കാം, അത്യാവശ്യം വേണ്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ഉണ്ടാക്കാം. ഒന്നും ഉണ്ടാക്കാൻ തയ്യാറായിട്ടില്ല. അതിന് പകരം അവര് ഒരു ഇൻഡോർ സ്റ്റേഡിയം, ഏലപ്പാറക്കാർക്ക് ഇൻഡോർ സ്റ്റേഡിയം ഇല്ലാത്തത് കൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കി. നിങ്ങൾ ആ സ്റ്റേഡിയത്തിലൊന്ന് പോയി നോക്കണം. അവിടെ ആർക്കെങ്കിലും കളിക്കാൻ കഴിയുമോ? ചോർന്നൊലിക്കുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം. ഇവിടെ പണി പൂർത്തിയായിട്ട് കളി ആരംഭിക്കുന്നതിന് മുമ്പ് ചോരാൻ തുടങ്ങി. പ്രതിഷേധ സമരത്തിൽ ആൻഡപ്പൻ N. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നിശാന്ത് ചന്ദ്രൻ, C. സിൽവസ്റ്റർ, NM കുശൻ, B. അനൂപ്, VP സുരേഷ്, ലോക്കൽ സെക്രട്ടറിമാരായ S. അനിൽകുമാർ, റെജി സൈമൺ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഏലപ്പാറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന മേഖലകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന ആരോഗ്യവകുപ്പ്. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബിന്റെ പ്രവർത്തനം തുടങ്ങുവാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തം. കാത്ത് ലാബിനായി കെട്ടിടം നിർമ്മിച്ചെങ്കിലും നടപടിയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിന്റെ ആരോപണങ്ങൾ തള്ളി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിന് പിന്തുണയുമായി ആദിവാസി ഊരുമൂപ്പൻ രംഗത്ത്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന മൂപ്പൻ. നാളുകളായി തകർന്നു കിടക്കുന്ന മൂന്നാർ GH റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട വേറിട്ട സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ കുഴിയടച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.